നമ്മുടെ ഊട്ടി വീഡിയോയുടെ പാർട്ട് 1 കണ്ടവരെല്ലാവരും പാർട്ട് 2 വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരിക്കും അല്ലേ. പാർട്ട് 1 നമ്മൾ കണ്ട ഊട്ടിയിലെ ഷൂട്ടിംഗ് പോയിന്റ് ആയ വെല്ലോക്ക് ഡൗൺ നേച്ചർ ട്രെയിൽസും പൈൻ ഫോറസ്റ്റും ആയിരുന്നു. അതിനുശേഷം ഉച്ചതിരിഞ്ഞ് നമ്മൾ പോയത് കർണാടക സിറി ഹൊറിക്കൾച്ചർ ഗാർഡനിലേക്കാണ് കേട്ടോ. അപ്പൊ പാർട്ട് 1 വീഡിയോ കാണാത്തവര് പാർട്ട് 1 വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുത്തേക്കാം, അത് ഓടിപ്പോയി കണ്ടിട്ട് വരണേ. മോഡേൺ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നറിയപ്പെടുന്ന കർണാടക സിറി ഹൊറിക്കൾച്ചർ ഗാർഡനിലേക്കാണ് കേട്ടോ നമ്മൾ ഈ പോകുന്നത്. ഊട്ടിയിൽ നിന്ന് 3 കിലോമീറ്റർ മാറി ഫേൺ ഹില്ലിലാണ് കേട്ടോ ഈ ഹൊറിക്കൾച്ചർ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. പണ്ട് മൈസൂർ മഹാരാജാവ് കർണാടക ഹൊറിക്കൾച്ചർ ഡിപ്പാർട്ട്മെന്റിന് ഗിഫ്റ്റ് കൊടുത്തതാണ് ഈ ലാൻഡ് എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണത്രേ കർണാടക സിറി ഹൊറിക്കൾച്ചർ ഗാർഡൻ എന്നൊരു പേര് വീണത്. 2018 ഈ ബൊട്ടാണിക്കൽ ഗാർഡന്റെ ഇനോഗ്രേഷൻ. 3 തട്ടുകളിലായി 38 ഏക്കർ ആണ് കേട്ടോ പരന്നു കിടക്കുന്നത്. ആൻഡ് 9 മണി മുതൽ 6 മണി വരെയാണ് ഇവിടത്തെ വിസിറ്റിംഗ് ടൈം. ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് കൂടുതലായിട്ടും എല്ലാവരും പോവാറുള്ളത്. അതിനെ വെച്ച് നോക്കുമ്പോൾ തിരക്ക് കുറവാണ് കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മൾ ഗാർഡനിലെത്തി ടിക്കറ്റ് എല്ലാം എടുത്ത് 100 രൂപയാണ് കേട്ടോ ടിക്കറ്റിന്റെ റേറ്റ് വരുന്നത്. ഇനിയിപ്പോ കുട്ടികൾക്കാണെങ്കിൽ 50, അതുപോലെ ക്യാമറ കയറ്റാൻ വേണ്ടിയിട്ടാണെങ്കിൽ 50 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. പിന്നെ ബഗ്ഗി സർവീസ് അവൈലബിൾ ആണ്. കുട്ടികൾക്ക് 100 രൂപയും മുതിർന്നവർക്ക് 200 രൂപയാണ് റേറ്റ് വരുന്നത്. നമ്മൾ അതൊന്നും എടുത്തിട്ടുണ്ടായില്ല. നമ്മൾ 100 രൂപയുടെ ടിക്കറ്റ് എടുത്ത് നടന്നാണ് കേട്ടോ മുഴുവനായിട്ടും കണ്ടത്. നടന്ന് തന്നെ കാണാനാണ് ഇവിടെ ഏറ്റവും മനോഹരമാണെന്നാണ് എനിക്ക് തോന്നിയത്. പല നിറത്തിലുള്ള ചെടികളും പൂക്കളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ എല്ലാം കാണാനായിട്ട്. 50,000-ലധികം ചെടികളും ഓർക്കിഡുകളും ഔഷധ സസ്യങ്ങളും മേപ്പിൾ മരങ്ങളും പിന്നെ വിവിധ വിഭാഗങ്ങളായ റോസ് ഗാർഡൻ, ടീ ഗാർഡൻ, ഇറ്റാലിയൻ ഗാർഡൻ, മെയ്സ് ഗാർഡൻ മുതലായവയും ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഗ്ലാസ് ഹൗസ് ആണ്. അതുപോലെ തന്നെയാണ് തൂക്കുപാലവും. ഊട്ടിയിലെ തന്നെ ആദ്യത്തെ തൂക്കുപാലമാണ് കേട്ടോ ഇവിടെയുള്ളത്. സിപ്രസ് പ്ലാന്റ്സ് ഒക്കെ വെച്ച് പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ രൂപങ്ങളൊക്കെ കട്ട് ചെയ്ത് അലങ്കരിച്ച് വെച്ചതൊക്കെ കണ്ട ശേഷം നമ്മൾ നേരെ ഇവിടെ നിന്ന് ഗ്ലാസ് ഹൗസിലേക്കാണ് കേട്ടോ പോയത്. ഇത് ഞങ്ങളുടെ നിഖ ബേബിയാണ് കേട്ടോ. അങ്ങനെ വാവയായിട്ട് കുറച്ചു നേരം കളിച്ചു നിന്ന് പതുക്കെ ഗ്ലാസ് ഹൗസിലേക്ക് കയറി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഹൗസ് ആണ് കേട്ടോ ഇത്. ആൻഡ് ഇതിന്റെ അകത്ത് ഇലച്ചെടികളും പൂച്ചെടികളൊക്കെ ആയിട്ട് നിറയെ പ്ലാന്റ്സ് ആണ് കേട്ടോ ഉള്ളത്. നമ്മൾ കണ്ടിട്ടുള്ളതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. പല ടൈപ്പ് ഓഫ് ഫേൺസും മിനി ബാംബൂസും വൈൽഡ് വെറൈറ്റീസ് ഓഫ് സക്യുലന്റ് പ്ലാന്റ്സ് ഒക്കെയാണ് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത്. പിന്നെ കുറെ ഇലച്ചെടികളും ബുഷസും ഹെർബ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നെയിം ബോർഡ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറെ ചെടികളൊക്കെ ഏതാണ് എന്താണ് എന്നൊന്നും ഒട്ടും മനസ്സിലായില്ല കേട്ടോ നമുക്ക്. പിന്നെ എനിക്ക് വൈറ്റ് പൂക്കളുള്ള ചെടി നല്ല ഇഷ്ടമായി. ഒപ്പം ഇവിടുത്തെ വിൻഡോസും ഓരോ കോർണേഴ്സും ഒക്കെ നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഭയങ്കര എസ്തെറ്റിക് വൈബാണ്. ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും എല്ലാം അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഈ വിൻഡോസിന്റെ അരികിലും ഓരോ കോർണേഴ്സിലൊക്കെ നിന്ന് ഞങ്ങൾ ഫോട്ടോസ് ഒക്കെ എടുത്ത ശേഷം പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഈ സിപ്രസ് പ്ലാന്റ്സിന് വെച്ച് ഭംഗിയിൽ കട്ട് ചെയ്ത് വെച്ച ബുഷസിന്റെ ഇടയിലൂടെ നടന്ന് മേലോട്ടാണ് കേട്ടോ നമ്മൾ പിന്നെ പോയത്. ശരിക്കും ഈ പ്ലാന്റ്സിന്റെയും ഈ ഗാർഡന്റെ എല്ലാം മെയിൻ്റെനൻസ് വർക്ക് എല്ലാം ചെയ്യുന്നത് കർണാടക ഗവൺമെന്റ് തന്നെയാണ് കേട്ടോ ഇപ്പോഴും. അങ്ങനെ മേലോട്ട് പോയി നമ്മൾ ചെന്നെടുത്തും നിറയെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഒരു പില്ലർ പോലെ ഇങ്ങനെ അട്രാക്റ്റീവായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെടികളെല്ലാം. അങ്ങനെ അതിലെല്ലാം കുറച്ചു നേരം നടക്കുകയും ഇരിക്കുകയും എല്ലാം ചെയ്ത ശേഷം പതുക്കെ താഴോട്ട് ഇറങ്ങി കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നില്ലേ അധികം തിരക്കോ അങ്ങനെയൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിരുന്നു. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നില്ലേ 38 ഏക്കറിൽ ഇങ്ങനെ പരന്ന് കിടക്കുവാണെന്ന്. അതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കൊക്കെ വന്നാലും ആളുകൾ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്ര തിരക്കുള്ളതായിട്ട് തോന്നൂല. പിന്നെ ഈ ബ്രിഡ്ജ് കയറിയാട്ടോ നമ്മൾ അടുത്ത സൈഡിലോട്ട് പോകുന്നത്. ഇവിടെ ഇങ്ങനെ ഒരുപാട് ബ്രിഡ്ജസ് കാണാട്ടോ ചുറ്റും. നമ്മൾ ഈ ബ്രിഡ്ജ് കയറി ഇറങ്ങി ഈ പോകുന്നത് വേറെ എങ്ങോട്ടും അല്ല, ഇവിടുത്തെ മെയ്സ് ഗാർഡനിലേക്കാണ് കേട്ടോ. പോകുന്ന ഈ വഴിയെല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആണ്. അങ്ങനെ ആ ഒരു ഏരിയയിൽ കൂടെ നടന്ന് നമ്മൾ മെയ്സ് ഗാർഡനിലേക്ക് പോയിട്ടോ. ഇത് ശരിക്കും ഭയങ്കര അടിപൊളിയാണ്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ ഒരു പസിൽ ഗാർഡൻ കാണുന്നത്. നമ്മൾ എങ്ങനെയാണോ ഒരു മിറർ മെയ്സിൽ കയറുന്നത് അതേപോലെ തന്നെയാട്ടോ ഇവിടെയും. ഗാർഡൻ ആണെന്നേ ഒരു വ്യത്യാസമേ ഉള്ളൂ. സിട്രസ് പ്ലാന്റ്സ് ഇങ്ങനെ ഒരു മെയ്സ് ആയിട്ട് ഇങ്ങനെ വളർത്തിയിട്ടേക്കുവാണ്.
ആൻഡ് വൺസ് കയറി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെ വഴി കണ്ടുപിടിച്ച് പുറത്തിറങ്ങിയേ പറ്റുള്ളൂ. തിരിച്ചു പോകാനുള്ള വഴി കണ്ടുപിടിക്കാനും പറ്റില്ല. ആകെ പെട്ട അവസ്ഥയായിരിക്കും കേട്ടോ അകത്ത് കയറി കഴിഞ്ഞാൽ. കുറേ നേരം നമ്മൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ വട്ടം ചുറ്റിയിട്ടും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല കേട്ടോ എങ്ങനെ പുറത്തിറങ്ങാന്ന്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കുമായിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത് തന്നെ. നമുക്കിനി ഈ ഹോളിൽ കൂടി പുറത്തേക്ക് പോവാം, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇവിടെ കിടന്ന് ചുറ്റും. ഈ പിള്ളേർ ആ ഹോളിൽ കൂടി പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടിട്ടാട്ടോ അവസാനം നമ്മളും ആ ഹോളിൽ കൂടി പുറത്തേക്ക് ഇറങ്ങിയത്. ആരോ ഇതുപോലെ വഴി കണ്ടുപിടിക്കാൻ പറ്റാനിട്ട് ഉണ്ടാക്കി വെച്ചതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ അത് കാണാനായിട്ടാണേലും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പുറത്ത് കിടന്ന് പിന്നെ ഇങ്ങനെ നടന്ന് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം വീണ്ടും ഈ പൂക്കളുടെ ഇടയിലൂടെ ആട്ടോ നമ്മൾ ഈ നടന്നു പോകുന്നത്. എന്ത് രസമാണെന്നോ ഇതെല്ലാം കാണാൻ. ഈ വയലറ്റ് പോവാണെങ്കിൽ ഒന്നും പറയാനില്ല, അത്രയും അടിപൊളി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഞാൻ ആക്ച്വലി അവിടെ എന്തെങ്കിലും സീലുണ്ടെങ്കിൽ വാങ്ങണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ പിന്നെ ആലോചിച്ചപ്പോൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന ഇതെങ്ങനെ വളരുമോ എന്നൊരു ഡൗട്ട്. കാര്യം ഇവിടുത്തെ തണുപ്പും അതൊക്കെ കൊണ്ടാണല്ലോ ഈ പൂക്കൾക്കൊക്കെ ഇത്രയും ഭംഗിയും ഇത്രയും കളേഴ്സും അതിങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ നടന്നു പോകുന്നത് നേരെ ഈ വാട്ടർ ഫൗണ്ടൈനും തൂക്കുപാലവും എല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു ചെക്ക് ഡാം ഉണ്ട് കേട്ടോ, ചെറിയൊരു പോണ്ട് പോലെ ഒരു സെറ്റപ്പ്. അതിലാണെങ്കിൽ ഒരുപാട് മീനുകൾ, പല കളറിലുള്ള മീനുകളാട്ടോ ഉണ്ടായിരുന്നത്. കണ്ടില്ലേ, എല്ലാം ഇങ്ങനെ വരിയായിട്ട് നടന്നു പോകുന്നത്. എന്ത് രസമാണെന്നോ അത് കാണാൻ. പിന്നെ അതുപോലെ കരയിനങ്ങളെ പോലത്തെ താറാവുകളെയും കാണാം കേട്ടോ ഇവിടെ. പിന്നെ ഈ ഫൗണ്ടൈൻ കണ്ടില്ലേ, ഇത് വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, ഭയങ്കര ഹൈറ്റിലാണ് ഈ നിൽക്കുന്നത്. നമ്മുടെ തൂക്കുപാലം ഞാൻ കാണിച്ചില്ലേ, അതിനേക്കാൾ ഹൈറ്റിലാട്ടോ ഈ ഫൗണ്ടൈൻ കാണുന്നത്. പിന്നെ അതെല്ലാം കണ്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ആയ ഊട്ടിയിലെ ഫസ്റ്റ് തൂക്കുപാലത്തിലേക്കാണ് കേട്ടോ കയറുന്നത്. ഈ തൂക്കുപാലം സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും ഒരു ടീ പ്ലാന്റേഷനിലാണ് കേട്ടോ. ആൻഡ് ഇവിടെ നിന്ന് കിട്ടുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ കൂടിയാണ് കേട്ടോ. അതുപോലെ നമ്മൾ വരുന്ന വഴിയിൽ താഴെ വാട്ടർ ഡാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പൂളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി കുറച്ച് നാൾ കൂടി കഴിഞ്ഞാൽ അതുകൂടി കാണാൻ പറ്റും കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പൊ ഇനി ഊട്ടിയിലേക്ക് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ നേരത്തെ മസ്റ്റ് ആയിട്ടും ഇവിടെ കൂടി ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോണേ. എന്തായാലും ബോത്തായിരിക്കും കേട്ടോ അത്. നമ്മളങ്ങനെ അതെല്ലാം കണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഊട്ടി ടൗണിലേക്കാണ് കേട്ടോ ഈ പോകുന്നത്. അങ്ങനെ ടൗണിലെത്തി ഒരു ചായയും ബ്രെഡ് ഓംലേറ്റും ആട്ടോ കഴിച്ചത്. ഈ പാത്രം കണ്ടില്ലേ, നാച്ചുറലായിട്ട് അവർ തന്നെ എന്തോ ഇല വെച്ച് ഉണ്ടാക്കി എടുത്തേക്കുന്ന ഒരു പ്ലേറ്റ് ആണ് കേട്ടോ ഇത്. പിന്നെ ഈവനിങ് ആയപ്പോഴേക്കും തണുപ്പ് അങ്ങോട്ട് വന്നു തുടങ്ങി. ഒരു രക്ഷയില്ലാത്ത തണുപ്പായിരുന്നു. കണ്ടില്ലേ, കടകളിലും അതുപോലെ റോഡ് സൈഡിലൊക്കെ ഇതുപോലെ നമ്മുടെ കൈയൊക്കെ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തീ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നടന്നു പോകുന്ന വഴിയിൽ നമ്മളെല്ലാം ഇങ്ങനെ തീ ഒന്ന് കയ്യിൽ കൊള്ളിച്ച് ഒന്ന് ചൂടാക്കിയിട്ടാട്ടോ പോകുന്നത്. ഞങ്ങൾ തൊപ്പിയൊക്കെ വാങ്ങി ഇത് വെച്ചപ്പോഴാണ് നമുക്ക് തണുപ്പ് തുടങ്ങിയപ്പോഴേക്കും കുറച്ച് ആശ്വാസമായിരുന്നു. പ്രത്യേകിച്ചൊന്നും വാങ്ങാനില്ലെങ്കിലും ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു കേട്ടോ ആ ഒരു നൈറ്റും ഈവനിങ്ങും ഫുള്ളായിട്ട്. പിന്നെ ഈ കാണുന്നത് കണ്ടോ, ഇവിടുത്തെ തിയേറ്ററിന്റെ മതിലാട്ടോ. അതിലിങ്ങനെ LED വോളിൽ ഓരോ മൂവീസിന്റെ പോസ്റ്റേഴ്സൊക്കെ ഇങ്ങനെ ലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കൊള്ളായിരുന്നു, ഒരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. ജാക്കറ്റ് കൈൻഡ് ഓഫ് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ പുറത്തേക്ക് ഞാൻ വീണ്ടും ഒരു ഹുഡീസ് കൂടി എടുത്തിട്ടുണ്ട്. ഇത്ര നേരം ഇങ്ങനെ ഊതുമ്പോൾ പുക വരുന്നുണ്ടോ നോക്കിയതാണ് ഞാൻ, പക്ഷെ ഇപ്പോൾ വരുന്നില്ല. അതായത് അത്രയും തണുപ്പായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ഊതുമ്പോൾ ഇങ്ങനെ പുക വരുന്നത് പോലെ തോന്നുമായിരുന്നു, അത്രയ്ക്ക് തണുപ്പായിരുന്നു. നമ്മൾ ജാക്കറ്റ് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒപ്പം നമ്മളൊരു ഹുഡീസ് എടുത്തിട്ടു. അതുപോലെ തൊപ്പി പുതിയത് വാങ്ങിയിട്ട് തൊപ്പി വെച്ചു. അത്രയും തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഇത് എത്രയാ റേറ്റ്? പിന്നെ ഇതിവിടുത്തെ ടിബറ്റിയൻ മാർക്കറ്റ് ആട്ടോ. ഇവിടെ ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ്, ഹോം ഡെക്കേഴ്സ് അങ്ങനെയുള്ള ഐറ്റംസ് ആട്ടോ ഉള്ളത്. ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഓരോ കടകളിൽ ഇങ്ങനെ കയറി കണ്ടുപോകുന്നതല്ലാതെ ഒന്നും വാങ്ങുന്നില്ല. ശരിക്കും പറഞ്ഞാൽ എന്താ ഞങ്ങൾക്ക് വാങ്ങണ്ടേ, അങ്ങനെ ഇന്നത് വാങ്ങണം അങ്ങനെ ഒന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ആകെ ഉണ്ടായിരുന്നത് നിക ബേബിക്ക് ഒരു ടോയ് വാങ്ങണം. അപ്പം അങ്ങനെ ഞങ്ങൾ ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഓരോ ടോയ് നോക്കി ഇങ്ങനെ നടന്ന് പോയിട്ടോ. ഒരുപാട് കടകളുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഉള്ളിലോട്ട് കയറിയപ്പോൾ ഇടുങ്ങിയ സ്പേസിൻ്റെ ഉള്ളിലോട്ടൊക്കെ നിറയെ കടകളാട്ടോ ഉള്ളത്. അങ്ങനെ നമ്മൾ ആ വഴി ഇങ്ങനെ നടന്നു പോവാണേ.
പച്ചയല്ലേ, പച്ച കൊള്ളാം. വേണോ? ഞാൻ ഇങ്ങനത്തെ അല്ലല്ലോ ലോഷൻ നോക്കുന്നത്. അതുകൊണ്ടോ ട്രൗഫ് പിന്നെ നമ്മളൊരു വാച്ച് കട കണ്ടപ്പോൾ അവിടെ കയറി കുറച്ച് വാച്ചൊക്കെ നോക്കി ഇങ്ങനെ നിന്നട്ടോ. പക്ഷെ നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച സാധനം അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതെല്ലാം നോക്കി നമ്മൾ വീണ്ടും ഇങ്ങനെ നടക്കുവാട്ടോ ഉള്ളിലേക്ക്. ബാഗ് കടകളും വാച്ച് കടകളും ഡ്രസ്സ് കടകളും അതുപോലെ ഫാൻസി സ്റ്റോറും അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഊട്ടിയിൽ ഷോപ്പിങ്ങിന് ഇറങ്ങുവാണെങ്കിൽ ഈ ടിബറ്റിയൻ മാർക്കറ്റ് ഏരിയയിലേക്കൊന്ന് വന്നാൽ മതി കേട്ടോ. ഇത് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ആ ഒരു ഏരിയയിലാട്ടോ ഈ ഒരു മാർക്കറ്റ് വരുന്നത്. റേറ്റ് പറയുവാണെങ്കിൽ എല്ലാ ഐറ്റത്തിനും ഭയങ്കര ചീപ്പ് റേറ്റ് ആട്ടോ. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഊട്ടി വരുമ്പോൾ ഈ ഒരു മാർക്കറ്റിൽ വന്ന് ഷോപ്പ് ചെയ്താൽ മതി കേട്ടോ. ചീപ്പ് റേറ്റിന് നമുക്ക് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് പോരാം. പിന്നെ ഇവിടെ അകത്തെത്തി കഴിഞ്ഞപ്പോൾ നമ്മളൊരു പ്ലാന്റ്സിൻ്റെ ഒരു ഗാർഡൻ കണ്ടു കേട്ടോ. നിറയെ സക്യുലൻറ്റ് പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് അങ്ങനെ അതെല്ലാം കുറേ നോക്കി നിന്നിട്ട് അവസാനം ഇഷ്ടപ്പെട്ട ഒരെണ്ണം അങ്ങ് എടുത്തട്ടോ. സക്യുലൻറ്റ് പ്ലാന്റ്സ് മാത്രമല്ല വേറെയും ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും വാങ്ങിയില്ല, എല്ലാം കൂടി എങ്ങനെ കൊണ്ടുപോകുമെന്ന് ഓർത്തിട്ട് ചെറിയൊരു സക്യുലൻറ്റ് പ്ലാന്റ് നോക്കി എടുത്തട്ടോ. പിന്നെ ആ കടയിലെ ചേട്ടനോട് കുറേ സംസാരിച്ച് ഇവിടെ നിന്ന് എന്താണ് പർച്ചേസ് ചെയ്യാൻ നല്ലതെന്ന് ചോദിച്ചപ്പോൾ ചായപ്പൊടി വാങ്ങിച്ചോളാൻ പറഞ്ഞു. ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിയ സക്യുലൻറ്റ് പ്ലാന്റ്. അങ്ങനെ നമ്മളിതാ ഈ ഒരു കടയിൽ കയറി ചായപ്പൊടി വാങ്ങിട്ടോ. ഇത് ഏകദേശം ഒരു 50 മേൽ വർഷം പഴക്കമുള്ളൊരു കടയാണെന്നാട്ടോ പറഞ്ഞത്. നമ്മൾ എന്നിട്ട് ഇവിടെ നിന്ന് ഒരു നോർമൽ സ്ട്രോങ് ചായപ്പൊടിയും അതുപോലെ ഒരു ജിഞ്ചർ ടീ പൗഡറും ആട്ടോ വാങ്ങിയത്. ടീ പൗഡർ കൂടാതെ കുറേ ചോക്ലേറ്റ് ഐറ്റംസും പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ സ്വീറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഐറ്റംസ് ഒക്കെ കണ്ടു. നമ്മളതൊന്നും വാങ്ങിയില്ല, ടീ പൗഡർ മാത്രം ആട്ടോ വാങ്ങിയത്. നമ്മൾ നാളെ ഡോഡാബെറ്റിയിൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചോക്ലേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങാമെന്ന് കരുതി നിൽക്കുക കേട്ടോ. ശരിക്കും ടീ പൗഡറും ഡോഡാബെറ്റിയിൽ നിന്ന് വാങ്ങുന്നത് തന്നെയാണ് ആട്ടോ നല്ലത് എന്നാണ് പറയുന്നത്. പക്ഷെ ചിലർ പറയുന്നത് അവിടെ സെക്കൻഡ് ക്വാളിറ്റി ആണ് കിട്ടുന്നത്, ഫസ്റ്റ് ക്വാളിറ്റി കിട്ടില്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിയ ടീ പൗഡർ ഞാൻ യൂസ് ചെയ്തിട്ടും പേഴ്സണലി നല്ലത് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും റോഡിൻ്റെ 2 സൈഡും നിറയെ ഊട്ടിപ്പൂക്കളും അതുപോലെ പൈൻ മരത്തിൻ്റെ ആ ഒരു കാ പെയിൻറ്റ് ചെയ്ത് ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചതും അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ആട്ടോ സെയിൽ ചെയ്യുന്നത്. ഊട്ടിപ്പൂ കണ്ടപ്പോൾ എന്തോ എനിക്ക് വിടാൻ തോന്നിയില്ല. പോരാത്തതിന് ഒരു വർഷം ഇങ്ങനെ വീട്ടിലത് വാടാതെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എനിക്ക് വാങ്ങാൻ തോന്നി. അങ്ങനെ ഞാൻ 100 രൂപയ്ക്ക് 3 എണ്ണം കേട്ടോ വാങ്ങിയത്. പക്ഷെ നെക്സ്റ്റ് ഡേ എനിക്ക് 100 രൂപയ്ക്ക് 4 എണ്ണവും കിട്ടി കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ ആ ഒരു ഡേ. അങ്ങനെ ഊട്ടിപ്പൂവും വാങ്ങി നമ്മൾ നേരെ നടന്നിട്ടോ. അപ്പോൾ സമയം നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഫുഡ് കഴിക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു. ഹോട്ടലിൽ ഓൾറെഡി ഫുഡ് ഉള്ളത് കൊണ്ടിട്ട് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ നിന്നില്ല, ആ ഒരു ചായ കുടിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോകാനായിട്ടാട്ടോ ഇറങ്ങിയത്. ഓട്ടോയ്ക്ക് റേറ്റ് ചോദിച്ചപ്പോൾ നമ്മുടെ ഹോട്ടൽ ശരിക്കും നമ്മൾ നിൽക്കുന്ന അവിടെ നിന്ന് നമുക്ക് കാണാം നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. പക്ഷേ നല്ല റേറ്റ് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി നടന്നു പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പതുക്കെ ഞങ്ങൾ നടന്ന് റൂമിലേക്ക് പോയി. അപ്പോൾ ഇത്രയാട്ടോ നമ്മുടെ ഈ ഒരു ഡേ വരുന്നത്. അടുത്ത ദിവസത്തെ ഊട്ടി കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോയുടെ അടുത്ത പാർട്ട് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.